ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് സർവീസാണ്. ഈ ഒരു കോലത്തിലാണ് വണ്ടി ഇരിക്കുന്നത്. ഫുള്ള് ചെളി പിടിച്ച്. ഗ്ലാസ് ഞാൻ രാവിലെ ഒന്ന് കഴുകിയായിരുന്നു. ഫുള്ള് ചെളിയും പിടിച്ച് ഇങ്ങനെ നശിച്ചായിരിക്കുന്നത്. ഈ അലോയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഓടിക്കുമെന്ന് എനിക്കറിയാം. ഈ ഒരു കണ്ടീഷനിലാണ് ക്രോമെല്ലാം ചെളി പിടിച്ച് ഇതായി, ക്യാമറ എല്ലാം കവറപ്പായി. ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി നമ്മൾ സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയത്തെ സായി നെക്സ സർവീസ് എന്ന് പറയുന്നത്. ഇത്രയും വണ്ടികളൊക്കെ പെൻഡിങ് ചെയ്ത് ഇപ്പോൾ ഉണ്ട്. നമുക്ക് നല്ല കസ്റ്റമർ ലോഞ്ചിലേക്ക് പോവാം. നമ്മൾ സർവീസ് അഡ്വൈസറോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു SMS ഇങ്ങനെ വരും, ഒരു ലിങ്ക്. അത് ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും. നമ്മളതിൽ നമ്മളെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആവും. ആ ഒരു വിൻഡോയിൽ നമുക്ക് സർവീസിന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു സമയത്ത് ഇവരെടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾക്കിങ്ങനെ കാണാൻ പറ്റും. വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ അകത്തിൻ്റെ എല്ലാ ഫോട്ടോ നമുക്കിങ്ങനെ ഈ ലിങ്കിലൂടെ കാണാൻ പറ്റും. ഫെൻഡർ, ബമ്പർ എല്ലാവരും എടുക്കും. പിന്നെ വണ്ടിയുടെ ഒരു ഷേപ്പ് മാച്ച് ചെയ്യുന്ന ഓരോ ഇമേജസ് ഇങ്ങനെ കാണിക്കും. അവിടെ ഫ്രണ്ട് ബമ്പർ, അതുപോലെ ഫ്രണ്ട് വീല്, ഡോറ്, റിയർ ഡോറ്, ബാക്കിലെ ഫെൻഡർ, ബാക്കിലെ ബമ്പർ, ബാക്കിലെ ഹുഡ്, ഡിക്കി ഇതെല്ലാം കാണിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു ലിങ്കായിട്ട് നമുക്ക് കിട്ടും. ആ ലിങ്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ലാസ്റ്റ് വ്യൂ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പം ഇങ്ങനെ അതിൻ്റെ പാർട്സ് എല്ലാവർക്കും ഇങ്ങനെ കാണിക്കും. എനിക്കിപ്പോൾ നിലവിൽ 0 കോസ്റ്റ് ആണ് ഈ കാണുന്ന പോലെ. അപ്പോൾ ഈ ഒരു ലിങ്ക് എല്ലാവർക്കും വരും. എല്ലാവരും ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക. ഗൈസ്, ഇതാണ് കോട്ടയം നെക്സ ഷോറൂമിലെ കസ്റ്റമർ ലോഞ്ച്. ഇവിടെ നിന്ന് സർവീസ് ബേ കാണാനുള്ള ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ TV ഉണ്ടെങ്കിലും അത് വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഇങ്ങനെയാണ് കണ്ടത്. പിന്നെ കുറച്ച് മാഗസീൻസും ഈ കാണുന്ന ഒരു ഇലക്ട്രിക് ടീ വെൻഡിങ് മെഷീനും മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ. സീറ്റിംഗ് ഒക്കെ പ്രീമിയം ആയിരുന്നെങ്കിലും ഒരു ഹൗസ് കീപ്പിംഗ് ഇല്ലാത്തത് ഒരു കുറവായിട്ട് തോന്നി. നമ്മൾ സർവീസും വാഷിങ്ങൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇതുപോലെ മഴ പെയ്ത് പണി കിട്ടി നന്നായിട്ട്. മാത്രമല്ല സർവീസ് ബേയുടെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. വാഷിംഗ് എടുക്കായിരുന്നു, പക്ഷേ ഈ മഴയായ കാരണം ഒന്നും നടന്നില്ല ഗൈസ്. ആ ഒരു സമയം കൊണ്ട് ഇവരുടെ സർവീസ് സെൻ്റർ റിസപ്ഷനൊക്കെ ഞാൻ ഒന്ന് കവർ ചെയ്തു. ഇതാണ് നെക്സ സർവീസിൻ്റെ റിസപ്ഷൻ ഫെസിലിറ്റി കോട്ടയത്തുള്ളത്. ഫസ്റ്റ് സർവീസ് കഴിയുമ്പം ഒരു മാരുതി സുസുക്കി ആപ്പ് ഇവർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരും. അതിലൊക്കെ അവിടുത്തെ റിസപ്ഷനിലെ ചേച്ചി വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ബില്ല് കിട്ടി, ഫസ്റ്റ് സർവീസിൻ്റെ ബില്ല്. അതെ, ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് ഫുൾ കുളമായി. വാഷൊന്നും എടുക്കാൻ പറ്റിയില്ല, ലോഞ്ച് ചെയ്ത് പുറത്തിറങ്ങാനേ പറ്റിയില്ല. പ്രത്യേകിച്ച് 0 കോസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന വണ്ടിയും നിങ്ങൾ കണ്ടില്ലേ. ഇതിൻ്റെ പ്ലേറ്റ് വന്നതാണ്. ആ പ്ലേറ്റ് നമുക്ക് വെക്കണമെങ്കിൽ ഇവരുടെ ഗണ്ണില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സർവീസ് വിജയകരമായി പൂർത്തിയായി. അപ്പോൾ എനിക്കൊന്നും ഇവിടെ സർവീസ് ബേയിലൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എക്സിക്യൂട്ടീവ് സംസാരിക്കാൻ പെർമിഷൻ ഇല്ലാത്തത് സംസാരിച്ചില്ല. ബാക്കി എനിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു ക്ലിപ്പിൽ ആഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ മീറ്റർ റീഡിങ്. 1090 കിലോമീറ്റർ, 17 കിലോമീറ്റർ പെർ ഫ്യൂവൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൈലേജ് കൂടുകയോ കുറയുമോ എന്നൊക്കെ നമുക്കിനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഫസ്റ്റ് സർവീസ് ഞാൻ പറഞ്ഞ ചെക്കപ്പുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ വണ്ടിയുടെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും നോക്കും. അതുപോലെ എന്തെങ്കിലും ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗിയർ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ വൈപ്പർ വാഷറിൻ്റെ ടാങ്ക്, അതുപോലെ എഞ്ചിൻ ഓയിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യും. എനിക്ക് ഇതിന് ടോപ്പ് ഒന്നും ആവശ്യം വന്നില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പം ഞാൻ അവിടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ റൂൾ അങ്ങനെയാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാര്യങ്ങൾ. അപ്പോൾ അത്രേ ചെയ്തുള്ളൂ. പിന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. പവർ വിൻഡോസ്, വൈപ്പർ, റിയർ ഡീഫോഗർ, റിയർ വൈപ്പർ, റിയർ വാഷർ, ഫ്രണ്ട് വാഷർ, അതുപോലെ ഇലക്ട്രിക്കൽ മിറേഴ്സ്, പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്, അലൈൻമെൻറ്റ്, ഇങ്ങനെ എല്ലാ സംഭവവും ചെക്ക് ചെയ്തു. പിന്നെ AC ഒക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഡിമ്മിങ് നോക്കിയിട്ടില്ല അവർ. ബാക്കി ഇത് ലൈറ്റിംഗ് എല്ലാം നോക്കി. പിന്നെ മെയിനായിട്ടും ഈ ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോഴത്തേനും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നെക്സയുടെ വണ്ടികൾ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ളതെന്ന് തോന്നുന്നു. എല്ലാ ആക്സസറീസും ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്, ഈ സംഭവങ്ങളെല്ലാം അവർ ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോഴത്തേനും മാരുതി സുസുക്കി നെക്സയുടെ ഗ്ലോബൽ നെറ്റ്വർക്കിലെ സെർവറിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഈ വണ്ടി എത്ര വർഷം കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ രൂപമാറ്റം വരുത്തിയാലും ഈ വണ്ടി ഫസ്റ്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് ഇത്ര സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ വേറൊരു പോർട്ടൽ അപ്ലോഡ് ചെയ്യും. അതായത് നിങ്ങൾ ഫസ്റ്റ് സർവീസിന് മുമ്പേ മാക്സിമം വയർ കട്ടിംഗ് ഉള്ള ആക്സസറീസ്, അതുപോലെ എക്സ്ട്രാ ആക്സസറീസ് ഫുൾ ഒഴിവാക്കുക. ജസ്റ്റ് 1000 കിലോമീറ്റർ ഓടിച്ചിട്ട് മാത്രമേ ആക്സസറീസ് ചെയ്യാവുള്ളൂ. പിന്നെ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ സർവീസ് നമ്മൾ കൊണ്ടുപോയ സമയത്തുള്ള ഫോട്ടോസ് ഫുൾ അപ്ലോഡ് ചെയ്യും. അതൊക്കെ ഒരു നല്ല ഫീച്ചറായിട്ട് തോന്നി. മേ ബി എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, വേറെ ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അത്രയാണ് ഫസ്റ്റ് സർവീസിൻ്റെ എക്സ്പീരിയൻസ്. സീറോ കോസ്റ്റ് ആയിട്ടുള്ളൂ. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം, എങ്ങനെയാണെന്ന് ഓടിച്ചു നോക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സർവീസ് ഡേ വ്ളോഗ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാം ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തൊക്കെ അറിയണം എന്നുണ്ടെങ്കിലും ഇതിനകത്ത് കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരും, കാര്യം ഞാൻ ഫുൾ ടൈം ഫോണിന് മുമ്പിലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ അടുത്ത വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണോ, ഞാൻ എന്തൊക്കെ മിസ് ചെയ്തു, ഇനിയിപ്പോൾ എൻ്റെ വീഡിയോക്ക് തെറ്റുണ്ടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിശദമായി രേഖപ്പെടുത്തുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫോളോ ചെയ്യുക, അവിടെ മെസ്സേജ് അയക്കുക. അപ്പൊ ഞാൻ എന്തായാലും 24 സെക്കൻഡ് നിങ്ങളുണ്ടായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം SP സൈനിങ് ഓഫ്.